ഇങ്ങനെ വീഴാനാണ് ചൊത്തന് യോഗം. ശ്രദ്ധിക്കാതെ കയറി പോയിട്ടല്ലേ താഴത്ത് നോക്കണ്ടേ. നല്ല വെയിലില്ലേ? എന്താ മിഠായിയാ? മിഠായി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബാഡ് ന്യൂസ് ആണ്, ഗുഡ് ന്യൂസ് അല്ല. വാവക്കുട്ടി കോണിപ്പടീൻ്റെ മുകളിൽ താഴത്തേക്ക് വീണു. ഇങ്ങനെ വീഴാനാണ് ചൊത്തന് യോഗം. ഇനിയെങ്കിലും ശ്രദ്ധിക്ക്, ഇതുപോലെ വീഴാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. താഴത്ത് നോക്കി. എവിടെയാണ്? ഏത് എവിടെ സ്ഥലം കാണിക്കുക? തൊട്ട് കാണിച്ചാ വേനുള്ളത്? ഇവിടെയോ? അതൊക്കെ അച്ഛൻ പറഞ്ഞോളാം. മുത്തശ്ശിയോട് പറയാം നമുക്ക്. ഈ കുട്ടി വേദനിച്ചാലും കരയില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാ. വാവക്കുട്ടീനോട് അച്ഛൻ എപ്പോഴും പറയണത് ഇനി ശ്രദ്ധിക്കുക. നോക്കി കയറുന്ന സമയത്തും ഇറങ്ങണ സമയത്തും നടക്കണ സമയത്തും നമ്മുടെ കണ്ണ് താഴത്തേക്ക് ഉണ്ടാവണം. അച്ഛൻ വീഴാത്തത് എന്തുകൊണ്ടാണ്? അച്ഛൻ താഴത്തേക്ക് നോക്കി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ വീഴാത്തത്. അല്ലെങ്കിൽ അച്ഛനും വീഴും. വാവ ചെയ്യണമാതിരി മുകളിലേക്ക് നോക്കിയാണ്ട് പോയാൽ പടയാണ്ട് താഴത്ത് വീഴും. വാവ ഇനി താഴത്തേക്ക് നോക്കിയിട്ട് നടക്കണം കേട്ടോ. മുത്തശ്ശി കക്കൂസ് പോയിരിക്കുക. മുത്തശ്ശി കക്കൂസിലാ. അച്ഛൻ പറയാ. മുത്തശ്ശി, വാവക്കുട്ടി ഒന്ന് വീണു കേട്ടോ. കോണിപ്പടിയുമെന്ന് തല ഇടിച്ചിട്ടാ വീണത്. എന്നാലും ഇങ്ങനെ ഉണ്ട് ഒരു വീഴ്ച. ഏത് സ്റ്റെപ്പ് എന്നാ വീണേ? എത്രാമത്തെ സ്റ്റെപ്പ് എന്നാ വീണേ? ഇവിടുന്നോ? നമ്മളെ കൈ പിടിച്ച് ചൊത്ത ഇറങ്ങിയാൽ മതി. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സോക്സ് ഇട്ടിട്ട് ഷൂ ഇട്ടിട്ട് മുകളിൽ കയറി കേട്ടോ. മുകളിൽ വരാൻ ഷൂ ഇട്ടിട്ട് മുകളിലേക്ക് വന്നു അപ്പൊ വീഴില്ല. സൂപ്പർ കേട്ടോ, നല്ല ഐഡിയ അല്ലേ അത്? നോക്കിയേ സുന്ദരി കുട്ടിയില്ലേ, നോക്കിയേ സൂപ്പർ ആയില്ലടാ. ആണല്ലേ? ഇപ്പൊ മിക്കി മൗസിനെ പോലെ ഉണ്ട്. മിക്കി മൗസ്. ഇന്നലെ പാല് പിരിഞ്ഞു പോയതുകൊണ്ട് പാല് അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടി വന്നു. എന്തായാലും മുട്ട പൊട്ടി ഗൈസ്. കവറിനകത്തൊക്കെ ആകെ മുട്ടയായി. കണ്ടോ? മുട്ട കൊണ്ടുവരാം. ഇതിൽ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവരാൻ പാടില്ല. അതിനൊരു സാധനം ഉണ്ട്. ഇതേണ്ടി ഈ സാധനത്തിനകത്ത് വേണം നമ്മൾ കൊണ്ടുവരാൻ. അമ്മുവിൻ്റെ ഫേവറേറ്റ് ആണ് മിൽക്ക് ബിക്കീസ്. അപ്പം അതൊന്ന് വാങ്ങിച്ചു. പൊട്ടിയ മുട്ട ഓംപ്ലേറ്റ് ആക്കി മാറ്റി. ഏതായാലും എന്താ സുഖം കുളിച്ചു വന്നപ്പോ. ആരാ ഇത്? കാവിൽ നിന്ന് ഇറങ്ങി വന്ന ദേവിയോ? ആണേ. അയ്യോ, മറച്ചിട്ടിരിക്കാണ് നൈറ്റി. നൈറ്റി മറച്ചിട്ടോ? തിരിച്ചിട്ടിരിക്ക. ശരി, മാറ്റാം. അതെ, എതിർ വീട്ടില് പോവാണേ ആന്റിയുടെ അടുത്ത്. താഴെ ഇറങ്ങി വരണേ. അമ്മയുടെ കയ്യിൽ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പെട്ടി ഉണ്ടല്ലേ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ പോലത്തെ പെട്ടി, അതിന്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. അത് കൊടുത്താൽ മതി കേട്ടോ. ഇനി പോരുമ്പോ അമ്മയുടെ കൂടെ അങ്ങോട്ട് തിരിച്ച് പോന്നാ മതി കേട്ടോ. വെറുതെ ഒറ്റയ്ക്ക് പോരാന്നൊക്കെ ഉണ്ടാ വെയിലത്ത്. ഇതെന്തോ കുണിഷ്ടണ്ടല്ലോ. എന്ത് കുണിഷ്ടം? ഒന്നുമില്ല. അത്രയും നേരം സ്വൈരായിട്ട് ഇരിക്കാന്നല്ലേ? അങ്ങനെ ഞാൻ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതൊന്നല്ല. ഡയറക്റ്റോ ഇൻഡയറക്റ്റോ വേഗം അമ്മയുടെ പിന്നാലെ അമ്മും പോയിട്ടുണ്ട് അങ്ങോട്ട്. അവിടെ ബെല്ലടിക്ക്, കോളിംഗ് ബെല്ലടി, കോളിംഗ് ബെല്ലടി. രണ്ട് പെണ്ണുങ്ങളും കൂടി കറക്കം കഴിഞ്ഞ് വന്നിരിക്കുക. കുട്ടിയെ കണ്ടോ? എത്രയായി? ഒന്നായോ ഒന്നര? എത്രയായി? 8 മാസം. രുദ്രൻ പേര്. രുദ്രൻ പേരൊക്കെ ഗംഭീര സ്ട്രോങ് ആണല്ലോ. മാസ പേരാണല്ലോ. മുരിങ്ങയില ഉപ്പേരി, കുറുമ. എന്നാ കഴിക്കല്ലേ? എന്താപ്പോ 1:30 മണിയായി. കുഞ്ഞവിടെ മണ്ട മുട്ടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഞങ്ങൾക്ക് തന്നെ വേണം. എന്നാലും രാവിലത്തെ വീഴ്ച കണ്ടപ്പോ ചെറിയ അവൻ്റെ എങ്ങനെ വീഴാന് പറയുമ്പോ എന്താ നടാടെ കയറി ഇറങ്ങുക. സോക്സ് ഇട്ടപ്പോ കാല് ജോസ് ഇട്ടപ്പോ എന്താ പറ്റിയാവോ? സോക്സ് ഇട്ടപ്പോ കാല് വഴുകിയതാണ്. ഷൂട്ടിട്ട് മുകളിൽ കയറാൻ അങ്ങനെ അറിയില്ല. വെറും സോക്സ് ആയിട്ടാണ് വഴുക്കുന്നത്. എന്നാലും പാവട്ടോ. വയറ് കാളിനാ നിമിഷം. ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഒരു കാരണവും ഇല്ലാണ്ട് ഒരു ലോഡ് ചോറ് ഇന്ത്യയിലേക്ക് തട്ടിയിട്ട് ഇവിടെ കാട്ടിയിട്ട് കണ്ടോ? അവിടെ കുറച്ച് ചോറ്, അതിന്റെ 2 ഇരട്ടി ചോറ്. ഞാൻ 3 ദിവസം കഴിക്കുന്ന ചോറ് എനിക്ക് വിളമ്പി വെച്ചിരിക്കുന്നത് ഒരു ലഞ്ചിന്. ഇഷ്ടം കൊണ്ടാണ് എന്നെ കൊല്ലാനാ. ഞാൻ ഇത്രയും കഴിക്കാറില്ലെന്ന് അറിയില്ല. ഡയറ്റ് നോക്കിയിട്ടില്ല ഞാൻ കഴിക്കാറ്. അമ്മയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം. ആ
നിങ്ങളുടെ പ്ലേറ്റിക്ക് ഞാൻ ഇട്ടിരിക്കും. വാവക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുള്ള നേരമായി, ഇറങ്ങട്ടെ. ഏകദേശം 3 മണിയായിട്ടുണ്ട്. 3:30 അവളുടെ സ്കൂൾ വിടും. 10 മിനിറ്റ് എനിക്ക് ഒരുങ്ങാനും ഒരു 20 മിനിറ്റിൻ്റെ ട്രാവലും. നേരെ സ്കൂളിലെത്തും. ഇതൊന്നും ചേട്ടാ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അതൊക്കെ ഇവിടെ വന്നതിൻ്റെ ഇമാതിരി സാധനങ്ങൾ ഇത് സാമ്പാറിൽ ഇടുന്ന സാധന. ഇത് തോലറ്റ് നുറുക്കി വെക്കാൻ പറഞ്ഞത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് ചൗ സാമ്പാറിന് അരിയുന്ന കഷ്ണങ്ങൾ പോലെ അരിഞ്ഞു വെക്കുക. കഷ്ണമാക്കി മുറിച്ച് വെക്കാനാണ് ചെറിയ കഷ്ണം. അതന്നെ സാമ്പാറിന് നമ്മൾ എങ്ങനെ കഷ്ണങ്ങൾ അരിയുക ആ രീതിയിൽ നിങ്ങൾ മുറിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ ആക്കി അവിടെ വെച്ച് പറഞ്ഞാലേ. നിങ്ങൾക്ക് ഇത് ഞാനത് ഇവിടെ വന്നതിന് ശേഷം കാണാൻ തുടങ്ങി. ഇമാതിരി സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ലേ. അമ്പലത്തിന്റെ അവിടെയും കുട്ടീനെ കൊണ്ടുവരാൻ പോട്ടെ. നേരായോ? ആ നേരായി. മുമ്പൊക്കെ 3:05 സ്കൂൾ വിട്ടിരുന്ന LKG UKG. ഇപ്പോൾ 1ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ 3:30 പണ്ട് സ്കൂൾ ഗ്രൗണ്ടോ മുറ്റൊക്കെ എന്നൊക്കെ പറയാവുന്ന സ്ഥലമായിരുന്നു. ഇപ്പം അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് മുറ്റായിട്ടുള്ളൂ. ഇതാണ് സ്കൂൾ. വാ, നല്ല വെയിലില്ലേ? എന്താ മിഠായിയാ? മിഠായി. വാവക്കുട്ടി ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നുപോയി. ലഞ്ച് ബോക്സ് ബാഗ്. എന്നിട്ട് തിരിച്ചിപ്പോൾ ക്ലാസ്സിൽ തന്നെ പോയിട്ടുണ്ട്. പോയിട്ട് കൊണ്ടുവരട്ടെ. നോക്കട്ടെ കൈമ്മ. ഇതേ കൈയിൻ്റെ മുകളിൽ വേറൊരു വാവ് ആക്കി വെച്ച് നിൽക്കണു. ഇപ്പം തലയുടെ അവസ്ഥ എന്താ? വലിയ വേദന ഇല്ലല്ലോ? വേദന നോർമലല്ലേ? തൊട്ട് നോക്കിയേ. നല്ല വേദന ഉണ്ടോ? കുറച്ച്. ആ പിന്നെ വീണതല്ലേ ഇവിടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ. ഈ വീടിന് ഇവിടേക്ക് താഴത്തേക്ക് വീണതാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഉരുണ്ട് വീണതിൻ്റെ ചെറിയൊരു വേദന ഉണ്ടാവും. ചെറിയൊരു വേദനയാണെങ്കിൽ കുഴപ്പമില്ല. വലിയൊരു വേദന ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം, ആസ്പത്രിയിൽ പോവാം. അവിടെ മുടി കാണാൻ നല്ല രസം. കെട്ടി വെച്ച് അതേപോലെ ഇരിക്കുന്നുണ്ട്. കെട്ടി ഊരിയെടുത്തിട്ടും. ഇതേതാത്? കഫേ ആൽപെല്ലീബേ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനം. നമുക്ക് മാമൂന്ന ഇട്ട് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. അടുത്ത് ചവച്ച് തിന്ന ആൾക്കാരുടെ ഒക്കെ വായിൽ ചോരയുടെ കളറാണ്. കളർ അങ്ങനത്താണേ. പിന്നെ ചോക്കായിരിക്കോ? കയ്യൊക്കെ കണ്ടില്ലേ? പാത്രം ഒക്കെ അങ്ങനത്തെ ചോണം കൊണ്ട് എല്ലാം ചോണം കൊണ്ട്. ഈ പോകുമ്പോൾ ഇരിക്കൽ തുടങ്ങിയല്ലോ. ആ ഞാൻ പോകുമ്പോ ഇരിക്കാൻ തുടങ്ങിയതാണല്ലോ ഈ സാധനം. പിന്നെ ചൗച്ചവും ഒക്കെ പാടം കഴിഞ്ഞല്ലേ. ഇന്ന് നമുക്കെന്നാ മധുരക്കിഴങ്ങ് കൊണ്ട് മധുണ്ടാക്കിയാലോ? വരട്ടുണ്ടാക്കിയാലോ? മധുരക്കിഴങ്ങ് ഉപ്പേരിയാ കൂട്ടാനാ? ഉപ്പേരി കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ടാവാം. പാല് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അച്ഛനുണ്ടാക്കാറില്ലേ? ഓഹോ. വെള്ളം ഒഴിക്കുക കുറച്ച് കുറച്ച് പൊടി ഒഴിക്കുക. എന്ത് പൊടി? എന്നിട്ട് 2 വെള്ളം ഒഴിക്കുക. എല്ലാരും എടുക്കോ? കഴിക്കോ? ബാബുക്കുട്ടി ഇതടുത്ത് കഴിക്കേ. അത് തിരിച്ച് മുളക് കൊടുക്കും. അച്ഛൻ ഫോണെടുത്ത് എന്തിന്? അച്ഛനെ എപ്പോഴും തന്നെ പറയും. വേറെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ എഴുതിട 1 2 3 അല്ല ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ശരിയായില്ലേ? ഏതാ നല്ല ഭംഗി? ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ഭംഗി. ആ ഇതും ഭംഗിയുണ്ട്. മിസ് പറഞ്ഞതായിരിക്കും അല്ലേ? അല്ല, ഫോണിൽ കണ്ടുപിടിച്ചതാ. യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെയും കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? വാവക്കുട്ടിക്ക് പേരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അവള് അധികം ഫുഡ് കഴിക്കൂല. ഇപ്പോൾ വെക്കേഷൻ ആയിരുന്ന സമയത്ത് അത്യാവശ്യം തടിച്ചു ഒന്ന് ലെവലായി വന്നതാ, ഒന്ന് ഉരുണ്ട് വന്നതാ. അത് മൊത്തം സ്കൂളിൽ പോകുന്ന നേരം കൊണ്ട് ഇനിയിപ്പോൾ പോകും. 1 മാസം കൊണ്ട് തന്നെ ഇല്ലാണ്ടാവും. തീറ്റിപ്പിച്ചാലേ നടക്കുള്ളൂ. തിന്നൂല, തീറ്റിപ്പിക്കണം. പിന്നാലെ നടന്ന് തീറ്റിപ്പിക്കണം. ഇത് മുഴുവൻ കഴിക്ക്, വേസ്റ്റാക്കി കളയല്ലേ. നല്ലോണം ചമയ്ക്കണം. അപ്പോൾ അതിന് ഫുള്ള് അതിൻ്റെ ജ്യൂസും പോന്നിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് തുപ്പി കളയാൻ പാടുള്ളൂ. കഴിക്കുക കുട്ടി. അച്ഛന് കൊണ്ടുവന്നതാ. അച്ചോടോ മാവ കഴിച്ചോ? നമുക്ക് ഇത് 2 കൊണ്ടിട്ടുണ്ട്. നോക്ക്, അച്ഛൻ 1, ഞാൻ 2. ഇത് 1, ഇത് 2. ഓക്കെ. കേരളത്തിൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഗംഭീര മഴ പെയ്ത് തോർന്നു.
ഉണ്ടോ? ഫുള്ള് മഴ കഴിഞ്ഞു. ആരാ ചണ്ടി? പിന്നെന്താ ചെയ്യണേ? കിടക്കല്ല, കഴിച്ചിട്ട് പോണം, സമയായി. എത്ര നേരം വിളിക്കണം? 1/2 മണിക്കൂറായി വിളിക്കണം. ചണ്ടിയാണോ അമ്മ? അമ്മ പറഞ്ഞ ചണ്ടിയാണോ? നല്ല ഗംഭീര മഴ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, 1.5 മഴയാ. ഇവിടെ ഏത് തരത്തിലുള്ള മഴ പെയ്താലും ശരി ചെന്നൈ താങ്ങില്ല, ഫ്ലഡ് ആവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഹലോ, കഹാംസേ, എവിടുന്നാ വന്നേപ്പത്? അന്റെ തലയിലാവട്ടെ, എന്നിട്ട് ചുമച്ചുകൊണ്ട് നടന്നോ. ഓ, എന്താ ഊത്താനടിക്കണോക്ക് നോക്ക്. എന്റെ ഫോണൊക്കെ നനഞ്ഞു. ഇങ്ങോട്ട് വാ, അവിടെ മഴത്ത് പോയി കണ്ടാ വെറുതെ. നല്ല മേളേ നിക്കല്ലേ. ചെന്നൈയിലൊക്കെ വളരെ അപൂർവ കാഴ്ചകളല്ലേ ഇത്. കഴിഞ്ഞ വർഷം മെയ് മാസമൊക്കെ നല്ല മഴയായിരുന്നു, കത്തിലേ അറിഞ്ഞില്ല. ഇത് ഡബിളാ ഇപ്രാവശ്യം. ഇങ്ങോട്ട് വരെ വരുന്നുണ്ട് വെള്ളം. അവിടുന്ന് പൂത്താലടിച്ചിട്ട് വരികയാണ്. കണ്ടാ, നല്ല കാറ്റാണ്, ചെരിഞ്ഞ അടിക്കുന്നത്. കണ്ടാ, ചെരിഞ്ഞ മഴ വരുന്നത്. നമുക്ക് വീഡിയോ സൈൻ ഔട്ട് ചെയ്യാം. വാ, കാണല്ലേ ഇങ്ങോട്ട് വാ.